ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്കും നമുക്ക് സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒരുപാട് വഴണ്ടെന്ന് പറയണ്ട, അതിൻ്റെ ആ ഒരു ചെറിയൊരു കണ്ണാടി പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു പരുവാകുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സവാള ഈ ഒരു പരുവത്തിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടാം കേട്ടോ. ഒരു 3 മുട്ട വരെ ഈ അളവിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ സിമ്പിളായിട്ട് കഴിച്ചോളും കേട്ടോ. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടെന്നേ കുട്ടികൾ അറിയില്ല കേട്ടോ. ആ തരത്തിലാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എന്ന് പറയുന്നത് വെക്കേഷനൊക്കെ ആയി വരുന്ന സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മളൊന്ന് വെന്ത് വരാനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ അങ്ങ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങ് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് പൊടിഞ്ഞിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇത് ചെറിയ ചെറിയ പൊടിയായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, അത് ചെറുതായിട്ട് നല്ലൊരു പൊടി പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്, അതായത് മുട്ട എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫ്ലേവർ മാറ്റാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊരു മുട്ടയുടെ ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഈ സോയാ സോസൊക്കെ കൂടെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ അതായത് ഇതെല്ലാം കൂടെ സോയാ സോസൊക്കെ ഒഴിച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കാമേ. എണ്ണ ഒന്ന് തടയിയതിന് ശേഷം നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദോശമാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തവി ദോശമാവ് ഒഴിച്ച് ഇതേപോലെ അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് നൈസായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട കൊണ്ടുള്ള മിക്സ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടങ്ങ് വെച്ച് കൊടുക്കാമേ. അപ്പോൾ അതാ മുട്ട കൊണ്ടുള്ള മിക്സ് ഇത് അതേപോലെ അങ്ങ് അതിൻ്റെ പുറത്തോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ജസ്റ്റ് തവി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മുതിർന്നവരാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇത് ദോശ ഒരു സൈഡിൽ മറു സൈഡോട്ട് ഒന്ന് മറിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ദോശ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അവർ സിമ്പിളായിട്ട് കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ദോശയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മുരിയിച്ചെടുക്കാം കേട്ടോ. നല്ലോണം മുരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത്തരത്തിൽ മുരിയിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്താൽ പെട്ടെന്ന് ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടും സഹായിക്കും കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാമേ. അപ്പോൾ അതാ ഞാൻ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലോണം അതൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അകമൊക്കെ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റിയോടുകൂടി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് തയ്യാറാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒരു ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കേട്ടോ. ചിക്കൻ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ചിക്കൻ വച്ച് കഴിക്കുന്നത് പോലെ തന്നെയുണ്ട്. അപ്പോൾ മസ്റ്റായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. താങ്ക്